ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഹോളിഡേ സ്റ്റഡി വ്ളോഗാണ്. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം നാജിയ നസ്രീൻ. ഞാനൊരു CMA USA ആസ്പിറൻ്റാണ്. ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം പാർട്ട് 1 കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അതുകൊണ്ട് പാർട്ട് 2 തുടങ്ങുന്നതിന് മുമ്പ് പാർട്ട് 1 ഫുള്ളായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി ലീവ് തന്നതാണ്. ആ ടൈമിൽ ഞാനെടുത്ത വീഡിയോ ആണിത്. സോ ഈ 10 ദിവസം കൊണ്ട് പാർട്ട് 1 കംപ്ലീറ്റ്ലി ഈ ടൈം കൊണ്ടൊന്ന് റിവൈസ് ചെയ്യണം. ഈ സ്റ്റഡി ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു എക്സാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാനൊരു സ്റ്റഡി സ്കെഡ്യൂൾ പോലെ, ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനനുസരിച്ചൊക്കെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ അതല്ല കാര്യം. ബിക്കോസ് കുന്നോളം ആഗ്രഹിച്ചാലേ കുഞ്ഞിക്കുരുവോളം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ നേരെ പഠിക്കാൻ വേണ്ടിയിരുന്ന് സെക്ഷൻ ഇയിലെ ഒരു ടോപ്പിക് എടുത്തിട്ട് അത് വായിച്ചു. ടെക്സ്റ്റ് വായിക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഭയങ്കര ലെങ്തിയാണ് ടെക്സ്റ്റ്. പക്ഷെ അത് വായിച്ചില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് വായിച്ചേ പറ്റൂ. അങ്ങനെ ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ സെക്ഷനിൽ, ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസും ചെയ്തു. അതിലെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഫസ്റ്റ് പൊമഡോറോ സെഷൻ കംപ്ലീറ്റായി. ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കായതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുക്കാനൊന്നും പോയില്ല. പിന്നെ ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ചെയ്തു. പിന്നെ അടുത്തതായിട്ട് സെക്ഷൻ ബിയിലെ ഒരു ടോപ്പിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പൊമഡോറോ സെഷൻ സെറ്റ് ചെയ്തു. അങ്ങനെ അതിലെ ക്വസ്റ്റ്യനും ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ രണ്ടാമത്തെ പൊമഡോറോ സെഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ രാവിലത്തെ 2 മണിക്കൂർ പ്ലാൻ ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റി. 2 പൊമഡോറോ സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. രാവിലെ നല്ല നേരത്തെ എണീച്ചിട്ട് നമ്മൾ ഫോണിലൊന്നും കളിക്കാണ്ട് പ്ലാൻ ചെയ്ത പോലെ പഠിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും നല്ല സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പൊമഡോറോ സെഷനും കൂടി കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം ഒരു ബ്രേക്കിന് ഞാൻ വെള്ളം നനയ്ക്കാൻ പോയി. ചെടികൾക്ക് കുറച്ച് അലോവേര ഉണ്ട് ഇവിടെ. പിന്നെ എൻ്റെ കുറച്ച് മണി പ്ലാന്റ് ഉണ്ട്. അതിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ നിറച്ച്. അല്ലാണ്ട് പ്രത്യേകിച്ച് ചെടികൾ എന്ന് പറയാനൊന്നുമില്ല. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ഞാൻ ഷോർട്ട് നോട്ടിന് വേണ്ടി ഗൂഗിളിൽ ഇങ്ങനെ തപ്പി പോയി. അവസാനം ഷോർട്ട് നോട്ടൊന്നും കിട്ടിയില്ല. CMAൻ്റെ ഒരു പ്രാക്ടീസ് ക്യൂസ് കണ്ട്. എന്തായാലും കണ്ടല്ലേ ചെയ്തൊക്കെ വിചാരിച്ച് അതൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിനൊക്കെ ഉച്ച കഴിഞ്ഞിരിക്കുന്ന ടൈം. പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി കുത്തിരുന്നതിനു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഇരുന്ന് പോയി. പിന്നാണ് ഞാൻ ചോറുണ്ണാൻ വേണ്ടി പോയത്. ഒരു 3 മണിയൊക്കെ ആയിക്കുന്നു ചോറുണ്ണാൻ പോകുമ്പോൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു 4 മണി ഒക്കെ ആകുമ്പം പിന്നെയും പഠിക്കാൻ വേണ്ടി വന്നിരുന്ന്. വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും നേരം തിയറിയാണ് വായിച്ചത്. പിന്നെ കുറച്ച് നേരം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഇത്ര തന്നെ പഠിച്ചില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം പഠിച്ചിട്ടും വീഡിയോ എടുത്തിട്ടും ഒന്നും ഇല്ലായിരുന്നു. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.